ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ആരോപണങ്ങൾ പലർക്കും നേരെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പല സ്ത്രീകളും രംഗത്ത് വന്നിട്ട് തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് ചാനലുകളിലൊക്കെ വന്നിരുന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമുക്ക് കേൾക്കുമ്പോൾ സത്യസന്ധമാണല്ലോ, ഇത് അവരുടെ അനുഭവമാണല്ലോ, ഉള്ളിൽ തട്ടി പറയുന്നതാണല്ലോ നമുക്ക് തോന്നുന്നുണ്ട്. നമ്മളുടെ അനുഭവമായിട്ട് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലപ്പോഴെങ്കിലും ചില ആരോപണങ്ങൾ നമ്മൾ സംശയം ജനിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഇന്നലെ ജയൻ ചേർത്തലയെ പറ്റി ഒരു നടി പറഞ്ഞത്. നമുക്കറിയാം, മുമ്പ് ഇവർ എല്ലാ ചാനലുകളിലും തനിക്ക് നേരിട്ട പീഡനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ അത് വിശ്വസിച്ച ആളുകളാണ് നമ്മൾ ഭൂരിഭാഗം പേരും. കാരണം അവർ പറഞ്ഞു, 2013 ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ ചെന്ന സെറ്റിൽ അതിലെ നായകൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, എൻ്റെ അനുമതിയില്ലാതെ എന്നെ ടോയ്ലറ്റ് ഏരിയയിൽ വെച്ച് ഹഗ് ചെയ്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അദ്ദേഹത്തെ തള്ളി മാറ്റി എന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് അദ്ദേഹം എന്നോട് ക്ഷമ പറഞ്ഞു, ഒരു അബദ്ധം പറ്റിയതാണ്, ഇനി അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞ് എന്നോട് ക്ഷമ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയാമോ എന്ന് പല ചാനലുകളും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഞാൻ പേര് പറയില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭാര്യയും കുട്ടിയും കുടുംബവും ഒക്കെ ഉണ്ട്, അവരൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് സുഖമായിട്ട് കഴിയുകയാണ്. അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, അത് കഴിഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് പേര് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ വിശ്വസിച്ചു. കാരണം നമുക്കറിയാം, നമ്മളോട് മോശമായി പെരുമാറിയ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പെരുമാറിയതാണ്, അതുകൊണ്ട് തന്നെ എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പരിക്കൊന്നുമില്ലാതെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ശരി, ക്ഷമിച്ചേക്കാം, അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു അബദ്ധം പറ്റിയതല്ലേ, ക്ഷമിച്ചേക്കാം എന്ന് കരുതി ക്ഷമിക്കുകയും പിന്നെ ആ പരിസരത്തേക്ക് പോകാതിരിക്കുകയും അദ്ദേഹമായിട്ട് ഒരു തരത്തിലുള്ള കോണ്ടാക്ട് വെക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും നമ്മൾ. അതാണ് പൊതുവേ സ്ത്രീകൾ ചെയ്യുക. കാരണം അതിന് പിന്നീടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇനി ഇത് സമൂഹത്തിലേക്ക് വലിച്ചഴിച്ച് സ്വയം നാറുകയും അയാളെയും കൂടി നാറ്റിക്കുകയും ചെയ്യണ്ട, എന്തായാലും അയാൾ ക്ഷമ പറഞ്ഞില്ലേ എന്നുള്ളതായിരിക്കും അതിൻ്റെ അടിസ്ഥാനം. ആ ഒരു രീതിയിൽ തന്നെയാണ് അവരുടെ പറച്ചിലുകളെ സമൂഹം ഏറ്റെടുത്തത്. പക്ഷെ പിന്നീട് എല്ലാ ചാനലുകളിലും ഇതവർ പല രീതിയിൽ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. രാവിലെ ടിവിയും കൂടെ തുറന്നു കഴിഞ്ഞാൽ എല്ലാ ചാനലുകളും രാത്രി ഉറങ്ങുന്നത് വരെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു വിഷയമാണ്, പീഡനം പീഡനം പീഡനം. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, പീഡനം മാത്രമല്ല സിനിമാ മേഖല നേരിടുന്ന പ്രശ്നം, തുല്യവേതനമില്ല, തുല്യമായിട്ടുള്ള പരിഗണനയില്ല, അതുപോലെ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെ പലർക്കും അവഗണന നേരിടുന്നു, മാഫിയ ഉണ്ട്, ലഹരിയുണ്ട്, ഗുണ്ടായിസ് ഉണ്ട്, അങ്ങനെ കള്ളപ്പണം ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട്. അതിനെ ഒക്കെ കൂടിയിട്ടാണ് നന്നാക്കി എടുക്കേണ്ടത്. അല്ലാണ്ട് ഈ പീഡനം മാത്രമല്ല. പീഡനം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും നടക്കുന്ന, സ്ത്രീ എവിടെയുണ്ടോ അവിടെ എല്ലാം നടക്കുന്ന ഒരു സംഭവമാണ് ഈ പീഡനം. മീഡിയ സംവിധാനങ്ങളിലെ ഇല്ലേ ഈ പീഡനം? തീർച്ചയായിട്ടും ഉണ്ടാവും. അവരിലും സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്കും പറയാനുണ്ടാവും, തങ്ങളുടെ ഹെഡായിട്ടുള്ള ആളുകളൊക്കെ തങ്ങളോട് പെരുമാറുന്ന രീതികൾ, തങ്ങളെ വെർബലി എങ്കിലും അബ്യൂസ് ചെയ്യുന്ന രീതികളൊക്കെ, അത് ശാരീരികമായിട്ടാവണമെന്നില്ല, തമാശ എന്നുള്ള രീതിയിൽ വെർബൽ അബ്യൂസ് നടക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. നമ്മൾ പവിത്രമായി കരുതുന്ന ചില ഇടത്ത് വരെ സ്ത്രീകൾക്ക് നേരെ ഇതുപോലെയുള്ള അബ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ മറ്റിടങ്ങളിലെ അപേക്ഷിച്ചിട്ട് ഈ സ്ഥലത്ത് അത് കൂടുതലാവാൻ സാധ്യതയുണ്ട്. നോർമലി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവാവുന്നേ ഉള്ളൂ. സാധാരണ വസ്ത്രം ധരിച്ച് സാധാരണ രീതിയിൽ ഓഫീസിൽ പോകുന്ന ഒരു സ്ത്രീക്ക് നേരിടുന്ന പ്രശ്നങ്ങളും ശരീരമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് വസ്ത്രധാരണം നടത്തുന്ന ഗ്ലാമറസ് ആയിട്ടുള്ളൊരു സിനിമ പോലുള്ളൊരു മേഖലയിൽ നടക്കുന്ന പീഡനങ്ങളും തമ്മിൽ രണ്ടും വളരെയധികം അന്തരമുണ്ട്. കാരണം അതിന് എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. ആളുകൾക്ക് എല്ലാ ശരീരഭാഗങ്ങളും മറച്ച് നല്ല രീതിയിൽ നടക്കുന്നിടത്ത് പീഡനം നടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് അതിനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പൊ അതൊന്നും മനസ്സിലാക്കാത്ത രീതിയിൽ എല്ലാ ചാനലുകളും ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ബാക്കി ഒരു പോയിന്റിലും ടച്ച് ചെയ്യുന്നില്ല ഇവര്. ഹേമ കമ്മിറ്റി പറഞ്ഞ വേറെ ഒരു വിഷയത്തിലും ഇവർ ടച്ച് ചെയ്യുന്നില്ല. ഈ നടിമാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല, ഇവര് അഭിനയിച്ച സിനിമയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് പോരുമ്പോൾ ശമ്പളം ചോദിക്കുമ്പോൾ അത് കിട്ടുന്നില്ല എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ലഹരി ഉപയോഗിച്ചിട്ട് മോശമായി സെറ്റിൽ പെരുമാറുന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഗുണ്ടകളുടെ സെറ്റിലുള്ള വിളയാട്ടത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഇവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനെ കുറിച്ച്, അതായത് ഒരാളെ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുകയും അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് തഴുകുകയും ചെയ്യുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നില്ല.
അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറയുന്നു, ഭക്ഷണം, ടോയ്ലറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ ഇല്ല എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ഈ ഒരു വിഷയം മാത്രമാണ്. ആരെയൊക്കെ പീഡിപ്പിച്ചു, എവിടെയൊക്കെ പീഡിപ്പിച്ചു, എങ്ങനെയൊക്കെ പീഡിപ്പിച്ചു എന്നുള്ളത് മാത്രമേ അറിയേണ്ടതുള്ളൂ. അതിനെക്കുറിച്ച് മാത്രമാണ് ശ്രദ്ധ. അർജുനെ കുറിച്ച് പറയേണ്ട, അർജുൻ എന്താണ്, എങ്ങനെയാണ്, അർജുന്റെ ബോഡി പുറത്തെടുക്കണോ വേണ്ടയോ, അതിനെക്കുറിച്ച് ഒന്നും ചിന്തയില്ല. ഇപ്പൊ വയനാടിനെ കുറിച്ച് ചിന്തിക്കേണ്ട, അതിനെക്കുറിച്ച് ചർച്ചയില്ല. എത്രയോ പേര് ഇനിയും കാണാനുണ്ട് വയനാട്ടില്, അതിനെക്കുറിച്ച് ചർച്ചയില്ല. വേറെ പൊതുവായിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും ഫോക്കസ് ചെയ്ത് ചർച്ച ചെയ്യേണ്ട കാര്യം ഇപ്പൊ നിലവിലില്ല ഒരു ചാനലുകൾക്കും. തങ്ങളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ജനശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് നമുക്ക് കിട്ടിയാൽ മതി. ഓരോ ദിവസം പുതിയ പുതിയ പേരുകൾ തങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങളാണ് ഈ പേര് പുറത്തു കൊണ്ടുവന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ 1-ാം സ്ഥാനത്ത് എന്നുള്ള രീതിയിലേക്കാണ് പല ചർച്ചകളും പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ചാനലുകളിലൊക്കെ ഈ വന്നിരുന്ന് 4-5 സ്ത്രീകൾ, കൂടുതലൊന്നുമില്ല, 4-5 സ്ത്രീകളെ നിരന്തരം ചാനലുകൾ മാറി മാറി ഓടിച്ചിട്ട് നടന്ന് പിടിച്ച് കൊണ്ട് ചർച്ചയ്ക്ക് ഇരുത്തുകയാണ്. ഇവർ പറഞ്ഞത് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് ഇന്നലെ ജയൻ ചേർത്തല എന്ന് പറയുന്ന അമ്മയുടെ ഒരു വൈസ് പ്രസിഡന്റോ മറ്റോ ആണ് തോന്നുന്നു, അദ്ദേഹം വന്നിരുന്ന് സംസാരിച്ചത്. സ്വാഭാവികമായും അദ്ദേഹം ഈ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ചു പോയതിന് ശേഷം നേരത്തെ പറഞ്ഞ ഈ പെൺകുട്ടി, അതായത് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു നടനെ പറ്റി ആരോപണം ഉന്നയിച്ച പെൺകുട്ടി പറയുകയാണ്, ഇപ്പോൾ സംസാരിച്ചു പോയില്ലേ, ഇദ്ദേഹം ഞാനും കൂടി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു റേപ്പ് സീനാണ് അഭിനയിച്ചത്. ആ സമയത്ത് റേപ്പ് സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു മുണ്ടും ബ്ലൗസുമാണ് ധരിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ വെറുതെ കൈയും കാലും ഒക്കെ ഇങ്ങനെ പൊക്കി കാണിച്ചാൽ മതി പാറയുടെ അപ്പുറത്ത് നിന്ന്, വേറെ ഒന്നും വേണ്ട. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്നെ ഇപ്പോൾ കണ്ടാൽ റേപ്പ് ചെയ്യാൻ തോന്നുന്നു എന്ന് പറഞ്ഞു, ഈ ജയൻ ചേർത്തല എന്ന് പറയുന്ന ആള് എന്ന് പറഞ്ഞു. അപ്പൊ നേരത്തെ പറഞ്ഞ സംഗതിയും ഇതും തമ്മിൽ ഒരിക്കലും യോജിച്ചു പോകുന്നില്ല. കാരണം ഈ ജയൻ ചേർത്തല എന്ന് പറയുന്ന ആള് ഇവരെ ഒരു വിരൽ കൊണ്ട് പോലും ടച്ച് ചെയ്യേ വേറെ ഒരു പ്രവൃത്തി ചെയ്യേ ഇവരോട് മോശമായിട്ട് പെരുമാറുക ഒന്നും ചെയ്തില്ല. അയാൾ നിർദോഷം എന്ന് കരുതുന്ന രീതിയിൽ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ അത് ഒരു സ്ത്രീയോട് പറയാൻ പാടില്ലാത്തത് തന്നെയാണ്, ആണെന്ന് ഞാൻ പറയില്ല, ഒരു സ്ത്രീയോട് പറയാൻ പാടില്ലാത്തൊരു വാചകം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ അപ്പോൾ പ്രതികരിക്കണം. ഇനി മേലാൽ ഇമാതിലുള്ള സംഭാഷണം എന്നോട് നടത്തരുത്, ഇമാതിലുള്ള പറച്ചിൽ എന്നോട് ചെയ്യരുത് എന്ന് വളരെ ശക്തമായിട്ട് അവർക്ക് പറയാമായിരുന്നു. അത് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ അതൊക്കെ അവിടെ എടുത്തു വെച്ചിട്ട് ഇപ്പൊ അവസാന ചാനലുകളുടെ മുമ്പിൽ വന്ന് പറയണ ഈ ജയൻ ചേർത്തല എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു എന്ന്. അപ്പൊ ഇത്രയും പറയാമെന്നുണ്ടെങ്കിൽ തന്നെ കയറി പിടിച്ച ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇവർക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇപ്പൊ ഈ ജയൻ ചേർത്തലയ്ക്ക് അമ്മയോ സഹോദരിയോ ഭാര്യയോ മക്കളോ ഒന്നും ഇല്ലേ? നേരത്തെ പറഞ്ഞ ആൾക്ക് മാത്രമേ കുടുംബമുള്ളൂ, ഈ പറഞ്ഞ ആൾക്ക് കുടുംബമല്ലേ? അപ്പോൾ ഒരാളുടെ ഭാഗത്ത് ആ തരത്തിലും മറ്റൊരാളുടെ ഭാഗത്ത് ഈ തരത്തിലും പെരുമാറുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അപ്പോഴാണ് ഇവർ പറയുന്നത് നമ്മൾ സംശയബുദ്ധിയോടുകൂടി കാണുന്നത്. കാരണം നേരത്തെ പറഞ്ഞ വ്യക്തി തന്നെ കയറി പിടിച്ച, തൻ്റെ അനുമതി ഇല്ലാതെ തന്നെ കയറി പിടിച്ചതാണ്. ആ കയറി പിടിച്ചപ്പോൾ ഞാൻ ഭയന്നു പോയി എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ ഭയന്നു പോയ ഒരു വ്യക്തി പിന്നീട് അയാളെ കാണുമ്പോഴും സ്വാഭാവികമായിട്ട് ചങ്കിടിപ്പ് കൂടും അല്ലേ? തങ്ങൾക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതൊരു സ്ത്രീയാലും അയാൾ മുന്നിൽ വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നെഞ്ചിടിപ്പ് കൂടും. ഇവർ പറയുന്നത് ആ ആള് ഇപ്പൊ തൻ്റെ നല്ല ഫ്രണ്ടാണ്, അതെങ്ങനെ തന്നെ കയറി പിടിച്ച ഒരു വ്യക്തിയെ തൻ്റെ ഫ്രണ്ടായി കണക്കാക്കാൻ കഴിയും? ഒരിക്കലും ഒരു സ്ത്രീക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തൻ്റെ അനുമതി ഇല്ലാതെ തന്നെ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, അയാളുടെ ഏതെങ്കിലും ഒരു മോശം സമയത്ത് അയാൾ ചെയ്തതായിരിക്കാം, ബുദ്ധിമോശം കൊണ്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ അനുഭവിച്ച ആൾക്ക് അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത് അവർ തന്നെ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ഫ്രണ്ടായിട്ട് കണക്കാക്കാൻ കഴിയും? അങ്ങനെയുള്ള ഒരാളെ സമൂഹത്തിൽ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്, ഭാര്യ ഉണ്ട് എന്നുള്ളൊക്കെ കൺസേണൊക്കെ പരിഗണിക്കാൻ എങ്ങനെ കഴിയും? അതേ നാക്കുകൊണ്ട് തന്നെ വേറൊരാളുടെ കുടുംബം തകർന്നാലും കുഴപ്പമില്ല, അയാളുടെ പേര് വിളിച്ചു പറയുകയാണ്. അപ്പൊ അയാൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ടെന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? കാരണം നേരത്തെ പറഞ്ഞ ആളെ അപേക്ഷിച്ചിട്ട് ഇയാളോ അത്ര പോലും ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും അയാളുടെ പേര് സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അത് എവിടുത്തെ ന്യായമാണ്? അപ്പോഴാണ് ചില സംശയങ്ങൾ നമുക്ക് വരുന്നത്. അപ്പോൾ തൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ചില ആളുകളെ സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. എന്തായാലും ഞാൻ ഇങ്ങനെയായി, ഇദ്ദേഹം കൂടി അങ്ങനെ നാണം കെട്ടണേ, നാണം കെട്ടോട്ടെ എന്നുള്ള രീതിയിൽ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നതായിട്ടാണ് ചില ആളുകളുടെ വാക്കുകൾ. കാരണം ചില പേരുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ മാമുക്കയെ പോലുള്ള ആളുകളുടെ പേര് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്കത് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹമൊക്കെ എങ്ങനെ പറയുമോ,
എന്നുള്ള തരത്തിലാണ് നമ്മളുടെ ചിന്ത പോകുന്നത്. അപ്പോൾ പല പേരുകളും ഓരോ ദിവസം അങ്ങനെ പുറത്തു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാ ഇവരുടെ പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോഴുള്ള നിരാശ കൊണ്ട് സംഭവിച്ചതാണോ ഇതൊക്കെ, അല്ലെങ്കിൽ ഇത് എത്രയോ കാലം മുൻപ് പുറത്തു വരേണ്ട കാര്യം. തന്നെ ഒരാൾ ഉപദ്രവിച്ചാലേ ഈ നാട്ടിലെ നിയമ സംവിധാനം ഉണ്ടല്ലേ, ഒരു സ്ത്രീ ഓടിപ്പോയി എന്തെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ കേസെടുക്കുന്ന ഒരു പോലീസാണ് നമുക്കുള്ളത്. അത് സത്യമാണെന്നൊന്നുമില്ല, അത് സത്യമാണെന്ന് അന്വേഷിക്കുന്നതിന് മുന്നേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം. അങ്ങനെ ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ട് തനിക്ക് അപ്പോൾ നേരിട്ട ആ ദുരനുഭവം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞില്ല, ഒരു കംപ്ലൈന്റ് ചെയ്തില്ല? ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ചാനലുകളുടെ മുന്നിലേക്ക് മാത്രമായിട്ട്, അല്ലെങ്കിൽ ഒരു ഹേമ കമ്മിറ്റിക്ക് മുൻഭാഗം മാത്രമായിട്ട് ഒതുക്കിയത് എന്തുകൊണ്ട്? അപ്പൊ അന്ന് തങ്ങൾക്ക് എന്തൊക്കെയോ നേട്ടം ഇതുകൊണ്ട് ലഭിക്കും എന്ന് ചിന്തിച്ച് മാറ്റിവെച്ച കാര്യങ്ങളല്ലേ പിന്നീട് ആ നേട്ടങ്ങൾ ലഭിക്കാതെ പോയപ്പോൾ ഇത് തുറന്നു പറയേണ്ട ഒരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നു. അപ്പോൾ ഓരോരുത്തരും പറയുന്നുണ്ട് തനിക്ക് നേരിട്ട പീഡനം എത്ര വർഷം കഴിഞ്ഞാലും ആ സ്ത്രീക്ക് തുറന്നു പറയാനുള്ള അവസരം ഉണ്ടെന്ന് പറയുന്നു. ഇല്ല എന്ന് പറയുന്നില്ല, അവസരമുണ്ട്. പക്ഷെ തെളിവുകളെല്ലാം നഷ്ടപ്പെട്ട ശേഷം ഈ തുറന്നു പറച്ചിലുകൊണ്ട് ആർക്ക് എന്താണ് പ്രയോജനം? അതുകൂടി ചിന്തിക്കണ്ടേ. കുറേ ആളുകൾ ഏതൊക്കെയോ സ്ഥലത്ത് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയ ശേഷം അവരെ അവിടുന്ന് വലിച്ചു താഴെയിടാൻ മാത്രമേ ഉപകരിക്കുള്ളൂ, വേറൊന്നും ഉപകരിക്കില്ല. കാരണം ഈ ആരോപണങ്ങൾ കുറേ ദിവസങ്ങളെങ്കിലും ഈ ചാനലുകൾ ആഘോഷിക്കും. സ്വാഭാവികമായിട്ടും പല സ്ഥാനങ്ങളും തെറിക്കും അല്ലെ. ഇപ്പൊ രഞ്ജിത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ആ രഞ്ജിത്തിന്റെ കാര്യം പറഞ്ഞൊക്കെ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം അവർ പറഞ്ഞത് ആ തരത്തിലാണ്. ഒരു സ്ത്രീക്ക് മനസ്സിലാവും മറ്റൊരു സ്ത്രീ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊന്നും വിശ്വസിക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ അപ്പോഴും അവര് പ്രതികരിച്ച രീതിയും ശരിയായില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ പറയേണ്ടിയിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് പേരോട് പറയുന്നതിന് പകരം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പറയേണ്ടിയിരുന്നു. അതൊന്നും ചെയ്യാതെ ഇപ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാക്കി മാറ്റി അവർ തന്നെ. അപ്പോൾ അവരുടെ വിശ്വാസ്യത അവർ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ഇതുകൊണ്ട് അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ചില ആളുകളെങ്കിലും ചില സ്ത്രീകളെങ്കിലും ഈ അവസരം മുതലെടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ലീഡിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുകളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ഇതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള കമൻറ്റും പാസ്സാക്കുന്നില്ല, തങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ നേരിട്ടുണ്ടോ എന്ന് പറയുന്നില്ല. എല്ലാവരും മൗനമായിട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു ഇതൊന്നും പറയാതെ ക്യാമറയ്ക്ക് മുന്നിൽ വരാതെ ഒളിച്ചിരിക്കുന്ന ഒരുപാട് ലീഡിംഗ് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, സൈഡ് റോൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് പറയുമ്പോൾ അവരിൽ ഇത് കുറച്ച് സ്വാർത്ഥ താല്പര്യം കൂടി ഉണ്ടോ ഈ വെളിപ്പെടുത്തലുകൾ എന്ന് ചിന്തിച്ചാൽ തെറ്റു പറയാനില്ല. കാരണം നമ്മളിതൊക്കെ ആഘോഷിക്കുമ്പോഴും, മീഡിയ ആഘോഷിക്കുമ്പോഴും, സമൂഹം ആഘോഷിക്കുമ്പോഴും നമ്മൾ മറുവശം കൂടി ചിന്തിക്കണം. അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ എന്താണ് പറയാനുള്ളത്, അയാളുടെ ഭാഗത്തെ ന്യായമുണ്ടോ, ഈ സ്ത്രീക്ക് വേണ്ടി എന്തെങ്കിലും ഫേവർ ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിലാണോ ഇവർ ഈ ആരോപണം ഉന്നയിക്കുന്നത്? കാരണം അങ്ങനെ പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു സ്ത്രീയെ എന്തെങ്കിലും ദേഷ്യത്തിന്റെ പുറത്ത് ചെന്നൊരു പരാതിപ്പെട്ടാലേ ആ പുരുഷൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ അറസ്റ്റിലാവുന്നൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക. എല്ലാ മേഖലയിലും ഉണ്ട് പുഴുക്കുത്തുകൾ. നമ്മൾ ഒരാളെ വിചാരിച്ച കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒന്നും മാറ്റാൻ കഴിയില്ല. പതുക്കെ പതുക്കെ അതിനെ മാറ്റാൻ കഴിയുള്ളൂ. അതിന് പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് നേരെ വരുന്ന അബ്യൂസിനെ നേരിടുന്നത് എന്ന് തന്നെയാണ്. ഒരു റേപ്പാണെങ്കിൽ നമുക്കത് തടയാൻ കഴിയില്ല അല്ലെ. ഒരാളെ ട്രാപ്പ് ചെയ്തിട്ട് നമ്മളെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പ്രതിരോധിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷേ നമുക്ക് നേരെ വരുന്ന മറ്റ് അബ്യൂസുകളൊക്കെ നമുക്ക് നേരിടാൻ കഴിയും. ശക്തമായി പ്രതികരിച്ചാൽ നേരിടാൻ കഴിയും. ഒരു പരിധി വരെ ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ പല ആളുകളെയും നിലയ്ക്ക് നിർത്താൻ കഴിയും. പല സ്ത്രീകളും അത് ചെയ്യാൻ ശ്രമിക്കാറില്ല എന്നത് തന്നെയാണ് വസ്തുത. പലരും പറയും ഷോക്കായിപ്പോയി, പ്രതികരിക്കാൻ കഴിഞ്ഞില്ല, സ്റ്റണ്ടായിപ്പോയി. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഏത് സമയത്തും ഇങ്ങനെ ഒരു കാര്യം നമുക്ക് നടക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് വേണം ജീവിക്കാൻ. അത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു സംഭവം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് തന്നെ ജീവിക്കണം. ആ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യണം എന്ന് മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ. ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ കഴിയില്ല. കാരണം എല്ലാ മേഖലയിലും ഉണ്ട്, എല്ലാ മേഖലയിലും ഉള്ളൊരു സംഭവമാണ്. സ്ത്രീക്ക് നേരെ ഏത് സാഹചര്യത്തിലും ഒരു അബ്യൂസ് ഉണ്ടാവാം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മുടേത്. അപ്പോൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. അല്ലാതെ തനിക്ക് ഇങ്ങനെ ഉണ്ടായപ്പോൾ താൻ ഷോക്കായിപ്പോയി, അതുകൊണ്ട് മിണ്ടിയില്ല, അതുകൊണ്ട് ഞാൻ 4-5 വർഷം കഴിഞ്ഞ് പ്രതികരിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരാൾക്ക് ഒരു ന്യായവും മറ്റൊരാൾക്ക് വേറൊരു ന്യായം എന്നുള്ളത് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഇവരൊക്കെ പറയുന്ന വാക്കുകളിൽ എത്രമാത്രം വിശ്വാസ്യത ഉണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കേണ്ടത് ഈ പറയുന്ന ആളുകളുടെയും കൂടി ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ സമൂഹം അതിനെ വിലയിരുത്തും
പിന്നെ ഈ പറഞ്ഞ പോലെ വാദി പ്രതിയായി മാറും എന്നുള്ളത് കൂടി ചിന്തിക്കാനുള്ളൊരു ബോധം ചാനലുകളുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.